എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഉച്ചയൂണിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഉള്ളി സാമ്പാർ. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പച്ചക്കറികളൊന്നും ഈ കറിക്ക് വേണ്ട. ഇന്ന് നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഉള്ളി സാമ്പാറിന് വേണ്ടി ആദ്യമേ തന്നെ 1/4 കപ്പ് തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. പരിപ്പ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ പരിപ്പ് വേവുകയും വേണം. അതുകൊണ്ട് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കി വെച്ചാൽ പ്രഷർ പോയി കഴിയുമ്പോൾ തന്നെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇനി കറി വയ്ക്കാനുള്ള പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ്. ഇത് ചേർത്ത് നന്നായി വഴറ്റി എടുക്കണം. ഉള്ളി വേവുന്ന അത്രയും സമയം വഴറ്റണം. ഉള്ളി തൊലി കളഞ്ഞെടുത്താൽ മാത്രം മതി, നുറുക്കൊന്നും ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3-4 ചുള വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും ചേർക്കാം. അതിനുശേഷം ഒരു തക്കാളി നുറുക്കിയതും കൂടെ ചേർക്കാം. തക്കാളി വഴറ്റി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. എന്നാൽ ഉള്ളി വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഉള്ളിയായിട്ട് തന്നെ കിടക്കണം. 4-5 മിനിറ്റ് സമയം വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്താൽ മതി. തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി വേണ്ടത് സാമ്പാർ പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫ്ലോർ മില്ലിൽ അവരുണ്ടാക്കുന്ന ഒരു സാമ്പാർ പൊടിയാണ്. ഏത് തരം സാമ്പാർ പൊടി വേണമെങ്കിലും എടുക്കാം. ബ്രാഹ്മിൻസോ ഈസ്റ്റേണോ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർക്കുക. പരിപ്പ് വേവിച്ച കുക്കറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കഴുകി ഒഴിക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഒരു മീഡിയം അയവിലുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിവെള്ളം ചേർക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. താളിക്കാനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 2 ഉണക്കമുളക് വേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രുചികരമായ ഉള്ളി സാമ്പാർ റെഡിയായി. പച്ചക്കറികളൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.